എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിന്റെ 7ാമത്തെ സർഗത്തിലെ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ 2 ശ്ലോകത്തിലും വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. ശ്രീകൃഷ്ണന്റെ ആകാരവടിവ് ഭംഗിയായിട്ട് കവി വർണ്ണിക്കുകയാണ്. നമുക്ക് ആദ്യം 3ാമത്തെ ശ്ലോകം നോക്കാം. അവധിശ്രവണേ ദൃശോരഭൂതാം ഭുജയോർജാനുയുഗം ബഭൂവ സീമ നവയൗവന സംഭവൈവ ശൗരേർ നപരിച്ഛേദമിയായ കാവികാന്തി. ആദ്യം പദച്ഛേദം പറയാം. അവധി ശ്രവണേ ദൃശോഃ അഭൂതാം ഭുജയോഃ ജാനുയുഗം ബഭൂവ സീമ നവയൗവന സംഭവാ ഏവ ശൗരേഃ ന പരിച്ഛേദം ഇയായ കാവി കാന്തി. ഭഗവാന്റെ ശരീരത്തിൽ ഇത്രയൊക്കെ സൗന്ദര്യം വന്നുള്ളോ എന്ന് ചോദിക്കാനുള്ളൊരു വകുപ്പില്ലാതെ അത്രയ്ക്ക് സുന്ദരമായി തീർന്നു ആ ശരീരം എന്നാണ് സുകുമാരകവി പറയണത്. ആദ്യം തന്നെ പറയാണ് കണ്ണുകളുടെ സൗന്ദര്യം. കുട്ടിക്കാലത്ത് കണ്ണുകൾക്ക് ഭംഗിയില്ല എന്നല്ല, അതിനൊരു ബാലഭാവമൊക്കെ ഉണ്ടാവും. പക്ഷെ വലുതാവുമ്പോഴാണ് കണ്ണിന്റെ സൗന്ദര്യം മുഴുവനും. ആ യൗവനത്തിലാണ് പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും കണ്ണിന്റെയൊക്കെ സൗന്ദര്യം വർദ്ധിക്കുന്നത്. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ എതിർ ലിംഗത്തെ തന്നിലേക്ക് ആകർഷിക്കാൻ തക്കവണ്ണമുള്ളതായ ശക്തി കണ്ണുകൾക്കുണ്ടാവുന്നതൊക്കെ ആ കാലത്താണ്. അപ്പോ കണ്ണിനെ പറ്റിയിട്ട് കവി പറയാണ്, ദൃശോഃ ശ്രവണേ അവധി അഭൂതാം. അവിടെ ഒരു വാചകം തീരാണ്. ചെറിയ ചെറിയ വാക്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ദൃശോഃ അവധി. ദൃശോഃ എന്ന് പറഞ്ഞാൽ 2 കണ്ണുകൾക്കും. അവധി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അവധിയല്ല, അതിന്റെ പരിധി എന്നാണ്. സീമ, അറ്റം എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ അർത്ഥം. കണ്ണ് എവിടെയാണ് ചെന്ന് അവസാനിച്ചത് എന്നാണെങ്കിൽ കാതിനോളം നീണ്ടു, കാതോളം നീണ്ട കണ്ണുകൾ എന്നൊക്കെ പറയാറുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല എങ്കിലും കണ്ണുകളുടെ സൗന്ദര്യം നീണ്ടിടം പെട്ട കണ്ണുകൾ എന്ന് പറയുമ്പോഴാണ്. അതായത് കണ്ണുകൾക്ക് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ചെറിയ കണ്ണുകൾക്കുമല്ല, തുറിച്ച കണ്ണുകൾക്കുമല്ല, നീണ്ട കണ്ണുകൾക്കാണ്, വിടർന്ന കണ്ണുകൾക്കാണ്. അപ്പോൾ ചെവി വരെ കണ്ണു നീണ്ടു എന്ന് പറയുന്നത് കൊണ്ട് അതിശയോക്തി അലങ്കാരം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഭഗവാന്റെ കണ്ണുകൾക്ക് നല്ല നീളം വെച്ചു. അതായത് നല്ല പീലികള്, ഇടതൂർന്ന പീലികള്, കൃഷ്ണമണിയുടെ തെളിച്ചം, കണ്ണിന്റെ തെളിച്ചം, നോട്ടത്തിന്റെ ഭംഗി, നല്ല വലിപ്പമുള്ള കണ്ണ്. മുഖമൊക്കെ വലുതാവുമ്പോൾ ഒപ്പം കണ്ണും വലുതാവും. അങ്ങനെ സുന്ദരമായിട്ടുള്ള കണ്ണുകള്, ചെവിയോളം നീണ്ട കണ്ണുകൾ എന്ന് വേണമെങ്കിൽ ഒരു കലാകാരന്റെ ഭാവനയുടെ മനസ്സോട് കൂടിയിട്ട് പറയാം. അങ്ങനെയുള്ള കണ്ണുകളുണ്ട്. ഇനി കൈകളുടെ നീളത്തിനെ പറ്റിയിട്ട് പറയാണ്. ഭുജയോഹോ ജാനുയുഗം സീമാ ബഭൂവ. ഭുജയോഹോ കയ്യുകൾക്കാകട്ടെ ഒരു അവധി, അതായത് സീമ അല്ലെങ്കിൽ കയ്യിന്റെ നീളം എവിടെ വരെ ഉണ്ടായിരുന്നു. കണ്ണുകളുടെ ദൈർഘ്യം കാതുവരെയാണ് എങ്കിൽ കൈകളുടെ ദൈർഘ്യം എവിടെ വരെയായിരുന്നു? അതാണ് ജാനുയുഗം സീമാ ബഭൂവ. ജാനുയുഗം. ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾക്ക് പറയണ പേരാണ് ജാനു എന്ന്. ജാനുയുഗം. ഇടത്തും വലത്തും കൈകള് താഴേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുമ്പോൾ ആ കൈകൾ നീണ്ട് മുട്ടുവരെ സ്പർശിച്ചു. കൈകളെ മുട്ടുവരെ എത്തുക എന്നുള്ളതാണ് ഒരു പുരുഷ സൗന്ദര്യ ലക്ഷണം. ആജാനുബാഹു എന്ന് സുന്ദരന്മാരായിട്ടുള്ള പുരുഷന്മാരെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോൾ പറയാറുണ്ട്. ആജാനുബാഹു, മുട്ടുവരെ. ആജാനു എന്ന് പറഞ്ഞാൽ ജാനുവിൽ സ്പർശിക്കുന്നതായ ബാഹുക്കളോട് കൂടിയവൻ. ശ്രീരാമനെ പറ്റിയൊക്കെ വർണ്ണിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവിടെയും ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് പറയാണ്, കൈകള് മുട്ടോളം നീണ്ടു വളർന്നു. അതാണ് ഭുജയോഹോ സീമ ജാനുയുഗം ബഭൂവ. 2 മുട്ടുകൾ വരെയായിരുന്നു കൈകൾ നീണ്ടത്. വളരെ വിസ്തൃതമായിട്ടുള്ള നല്ല നീണ്ട കൈകൾ, നീണ്ട കണ്ണുകള്, നീണ്ട കൈകള്. എന്നിട്ട് പറയാണ്, നവയൗവന സംഭവ കാന്തി. നവയൗവനം വന്നു ചേർന്നത് കൊണ്ടുണ്ടായതായ കാന്തി ഉണ്ടല്ലോ, ശ്രീകൃഷ്ണന്റെ ശരീരത്തിനുണ്ടായതായ കാന്തി, ആ കാന്തിക്ക് ഒരളവും ഉണ്ടായിരുന്നില്ല. ശൗരേഹ നവയൗവന സംഭവ കാന്തി ന കാപി പരിച്ഛേദം ഇയായ ഏവ. ആ കാന്തിക്ക് കാപി പരിച്ഛേദം ന ഇയായ. കാപി പരിച്ഛേദം എന്ന് പറഞ്ഞാൽ ഒരു അളവും ഉണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ സൗന്ദര്യം എന്ന് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യൗവനാരംഭം മുതൽ ഉണ്ണിക്കണ്ണൻ ഓരോ ദിവസവും സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഉണ്ണിക്കണ്ണന്റെ സൗന്ദര്യം
ദിവസം തോറും വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതാണ് ആ കാന്തിക്ക് പരിച്ഛേദമുണ്ടാക്കുക, അളന്നെടുക്കുക എന്ന് പറഞ്ഞാല് ഈ കണ്ണ് കണ്ടാൽ ഇന്ന ആളുടെ കണ്ണ് പോലെയുണ്ട്, മൂക്ക് കണ്ടാൽ ഇന്ന ആളുടെ മൂക്ക് പോലെയുണ്ട്, അല്ലെങ്കിൽ തലമുടിക്ക് ഇന്ന ആളുടെ തലമുടിയുടെ സൗന്ദര്യമാണ് എന്നൊന്നും പറഞ്ഞ് അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക്, ഇതൊക്കെ ഒരു അളവ് പറയലാണ്. അങ്ങനെ അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സൗന്ദര്യം ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിലായാലും എവിടെയായാലും ശരി, തലമുടിയാകട്ടെ, മുഖമാകട്ടെ, കണ്ണാകട്ടെ, എവിടെയായാലും അത്രയ്ക്ക് അളവറ്റ സൗന്ദര്യം വന്ന് ഭവിച്ചു ശരീരത്തിന്. അതാണ് കാന്തി. ഏതോ ഒരു കാന്തി, അവർണ്ണനീയമായിട്ടുള്ള കാന്തിയാണ്. ആ കാന്തി ഇന്നതാണെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ, അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ആ കാന്തി പരിച്ഛേദം ഇയായ, അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഉള്ളതായിരുന്നു. അത്രയ്ക്ക് കാന്തി ഉള്ളവനായി തീർന്നു ശ്രീകൃഷ്ണൻ എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നത്. നമുക്ക് 4ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അതൊരു ഭാവനയിൽ വർണ്ണിക്കുകയാണ്. കാമദേവനെയും ശ്രീകൃഷ്ണനെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ശ്ലോകമാണ്. ശ്ലോകം നോക്കൂ. ഹരകോപകൃശാനുദഗ്ധമംഗം പുനരപ്യാപ്തുമിവ പ്രസൂനബാണ ശരണാഗതലോകപാരിജാതം തമസേവിഷ്ടശനൈരധിജ്യധന്വാ. ഇവിടെ വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ഹരകോപകൃശാനുദഗ്ധം അംഗം പുനഃ അഭി ആപ്തും ഇവ പ്രസൂനബാണ ശരണാഗതലോകപാരിജാതം തം അസേവിഷ്ട ശനൈഹി അധിജ്യധന്വാ. പ്രസൂനബാണ തം അസേവിഷ്ട, അതാണ് അതിലെ മുഖ്യവാക്യം. പ്രസൂനബാണൻ എന്ന് പറഞ്ഞാല് കാമദേവനാണ്. പ്രസൂനം ബാണങ്ങളായിട്ടുള്ളവൻ. പ്രസൂനം എന്ന് പറഞ്ഞാൽ പൂക്കള് അമ്പുകളായിട്ടുള്ളവൻ, പൂവമ്പൻ, കാമദേവൻ. ആ കാമദേവൻ തം അസേവിഷ്ട, തം ശ്രീകൃഷ്ണം അസേവിഷ്ട, ശ്രീകൃഷ്ണനെ വന്ന് സേവിച്ചു. അത് ലുങ്ങിലെ പ്രയോഗമാണ് അസേവിഷ്ട. എന്തിനാണ് സേവിച്ചത് എന്നാണെങ്കിൽ, കാമദേവന് ഒരു കുഴപ്പമുണ്ടല്ലോ, കാമദേവന് ശരീരമില്ല. എന്ന് മുതൽ ആ ശരീരമില്ലാതെ ആയത്, അതാണ് ആദ്യത്തെ വരിയിൽ പറയണത്. ഹരകോപ കൃശാനുദഗ്ധം അംഗം പുനരപി ആപ്തും ഇവ പ്രസൂനബാണ. ആദ്യത്തെ വരി അതേപോലെ തന്നെയാണ് അന്വയിക്കേണ്ടത്. ഹരകോപ കൃശാനുദഗ്ധം അംഗം. ഹരകോപം എന്ന് പറഞ്ഞാൽ ശിവന്റെ കോപത്തിൽ ദഗ്ധമായി പോയ, അല്ലെങ്കിൽ ഹരന്റെ കോപമാകുന്ന കൃശാനു, അതവിടെ പറയണം. കൃശാനു എന്ന് പറഞ്ഞാൽ തീയാണ്. ആ തീയിൽ ദഹിച്ചുപോയതായ തന്റെ അംഗത്തെ, തന്റെ ശരീരത്തിനെ പുനരപി ആപ്തും, വീണ്ടും സ്വീകരിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, കത്തിക്കരിഞ്ഞു പോയി അന്ന് ശിവന്റെ ആ 3ാം നേത്രത്തിൽ നിന്ന് പൊന്തി വന്നതായ, ആളി വന്നതായിട്ടുള്ള തീയില് കാമദേവൻ കത്തി എരിഞ്ഞു പോയി. കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്. 3ാമത്തെ സർഗം അവസാനിക്കുമ്പോൾ അവിടെ കാമദേവൻ മരിച്ചു പോവാണ്. വളരെ സന്തോഷമായിട്ട് ഉമാമഹേശ്വരന്മാരുടെ സംയോഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചതാണ് കാമനും വസന്തനും കൂടിയിട്ട്. അങ്ങനെ തന്റെ ശരീരത്തിലേക്ക് വന്നു വീണ സമ്മോഹനാസ്ത്രം ആരാണ് അയച്ചതെന്ന് ശിവന്, ശ്രീ പരമേശ്വരന് മനസ്സിലായപ്പോൾ ആ മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന കാമദേവന്റെ നേർക്ക് 3ാം നേത്രം, തന്റെ 3ാമത്തെ നേത്രം തുറക്കുകയും 3ാം തൃക്കണ്ണ് തുറന്ന് അതിൽ നിന്നുള്ള അഗ്നി പ്രവഹിക്കുക വഴി ആ കാമദേവൻ ചുട്ടു ചാമ്പലായി പോവുകയും ചെയ്തു. അപ്പോ കാമദേവന് ശരീരമില്ല, അതുകൊണ്ടാണ് അനങ്കൻ എന്നൊക്കെ പറയണത്. ആ കാമദേവൻ ശരീരം കിട്ടണമെന്ന് വിചാരിച്ചിട്ട്, അതാണ് ഹരകോപ കൃശാനുദഗ്ധം അംഗം പുനരപി ആപ്തുമിവ, പുനരപി സ്വീകർത്തുമിവ, വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. വീണ്ടും ഉത്പ്രേക്ഷാലങ്കാരം. അങ്ങനെ ആരാണ്? പ്രസൂനബാണ കാമദേവൻ ശരണാഗത ലോകപാരിജാതം തം അധിജ്യധന്വാ ശനൈഹി അസേവിഷ്ട. തം അസേവിഷ്ട എന്നാണല്ലോ പറഞ്ഞത്. തം എന്ന് പറഞ്ഞാൽ അവനെ, അതായത് ഇവിടെ ശ്രീകൃഷ്ണനെ എന്നർത്ഥം. ശ്രീകൃഷ്ണനെ, എങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ? ശരണാഗത ലോക പാരിജാതം, ശരണാർത്ഥികൾക്ക് മുഴുവനും പാരിജാത വൃക്ഷത്തെ പോലെ. പാരിജാത വൃക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ നന്ദനവനത്തിലെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. നമ്മൾ ഇച്ഛിക്കുന്നത് മുഴുവനും തരാൻ, അനുഗ്രഹിച്ച് തരാൻ കെൽപ്പുള്ള ഒരു വൃക്ഷമാണ് പാരിജാത വൃക്ഷം, അല്ലെങ്കിൽ കൽപ്പവൃക്ഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെയുള്ള ഒരു ലോകത്തിലെ ശരണാഗതികളായിട്ട് വരുന്ന ആൾക്കാർക്ക് മുഴുവനും അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കാനുള്ള ഒരു പാരിജാത വൃക്ഷമായിട്ടാണ് ഇവിടെ ശ്രീകൃഷ്ണനെ കണക്കാക്കുന്നത്. ഇവിടെ
രൂപകാലങ്കാരാണ്. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണനെ ശരണാഗതന്മാരായിട്ട് വരുന്ന എല്ലാ ജനങ്ങൾക്കും വാരിക്കോരി അനുഗ്രഹം നൽകുന്നവനായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണനെ, ആ ശ്രീകൃഷ്ണനെ ശനൈഹി പതിയെ പതിയെ എന്തു ചെയ്തു? അധിജ്യധന്വ അസേവിഷ്ട. അധിജ്യധന്വ, കാമദേവന്റെ കയ്യില് അതായത് ശരീരമില്ല എങ്കിലും ഇവിടെ ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ശരീരം ഉള്ളതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയുള്ള കാമദേവൻ തന്റെ കയ്യില് വളരെ അദൃശ്യനായി നിന്നുകൊണ്ട് അമ്പും വില്ലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതാണ് അധിജ്യധന്വ. അധിജ്യധന്വാവായിട്ട് വില്ലുയർത്തിപ്പിടിച്ചിട്ട്, അതായത് തപസ്സൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തര് അർജുനൊക്കെ തപസ് ചെയ്യുമ്പോൾ അമ്പും വില്ലും വിലങ്ങനെ ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന് വെച്ചിട്ട് ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ തപസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട്, തന്റെ ആയുധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വെറുതെയല്ല ധന്വാവ്, അതായത് ആ വില്ല് ഞാണമർത്തി കെട്ടിക്കൊണ്ട് ഞാനിപ്പോ എന്റെ പഴയ ശരീരം പ്രാപിച്ചിട്ട് ഊർജ്ജസ്വലനായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും, ഭഗവാന്റെ അനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി, ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഭഗവാനെ സേവിക്കാൻ തുടങ്ങി. അപ്പോൾ കാമദേവന് ശരീരം കിട്ടുക എന്നുള്ളത് മാത്രം ആണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അതോടുകൂടിയിട്ട് കാമദേവന്റെ ശരീരമായിട്ട് ഇപ്പൊ ശ്രീകൃഷ്ണന്റെ ശരീരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാമദേവനെ പോലെ സകലരെയും തന്നിലേക്ക് ആകർഷിക്കാനും ഓരോ സ്ത്രീകളുടെ ശരീരത്തിലേക്ക് പൂവമ്പുകൾ എറിയാനുമൊക്കെയുള്ളതായ ഒരു സൗന്ദര്യം, ഒരു കാമം, അല്ലെങ്കിൽ ആ ഒരു ആകർഷണം ഭഗവാന്റെ ശരീരത്തിൽ വന്ന് വർദ്ധിച്ചു, കുമിഞ്ഞുകൂടി എന്നാണ് ഇവിടെ കവി വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അവധിശ്രവണേ ദൃശോരഭൂതാം ഭുജയോർജാനുയുഗം ബഭൂവ സീമ നവയൗവന സംഭവൈവ ശൗരേർന്ന പരിച്ഛേദമിയായ കാവികാന്തി ഹരകോപകൃശാനുദഗ്ധമംഗം പുനരപ്യാപ്തുമിവ പ്രസൂനബാണ ശരണാഗതലോകപാരിജാതം തമസേവിഷ്ടശനൈരധിജ്യധന്വാ. ഭഗവാന്റെ ശരീരം തന്നെയായിരുന്നു കാമദേവന്റെ ശരീരം എന്ന പോലെ ആയി തീർന്നു. അതാണ് വർണ്ണിച്ചിരിക്കുന്നത്. ബാക്കി വർണ്ണനകളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.